ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സ്റ്റുഡൻസിൻ്റെ മെയിൻ പേപ്പറാണ് സെമസ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അതിലെ ഒന്നാമത്തെ പാഠം എടുക്കാനാണ് ഞാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ. അപ്പോൾ ആ ഒരു യൂണിറ്റിൻ്റെ മലയാളം PDF വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഭാഗമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കണ്ടൻറ്റ് മുതലാണ് ഞാൻ തുടങ്ങുന്നത്. സോഷ്യോളജിയുടെ ഉദയത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിജ്ഞാനത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ പ്രത്യേക ശാഖകൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും അറിവും ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, അതായത് നമ്മൾ എന്തെങ്കിലും കണ്ടെത്തലുകളോ അല്ലെങ്കിൽ കണ്ടുപിടുത്തം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനവുമായി ബന്ധപ്പെടുത്തുക. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. നമ്മൾ ഗ്രീസുമായുള്ള ജാമിതി, അതായത് നമ്മൾ ജാമിതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോവുക? ഗ്രീസിലേക്ക് പോകൂലേ. അതുപോലെ തന്നെ പട്ട് നിർമ്മാണം, വെടിമരുന്ന്, ഇത് കേൾക്കുമ്പോഴോ ചൈന അല്ലേ. ദശാംശ സമ്പ്രദായം, ഇന്ത്യ. അതായത് ദശാംശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സോടെത്തുന്ന രാജ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ മെസ്സപ്പൊട്ടോമിയ എഴുത്ത്. നിരവധി ശാസ്ത്രങ്ങളുടെയും സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളുടെയും ജന്മദേശം യൂറോപ്പാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതായത് ശാസ്ത്രങ്ങൾ, അതുപോലെ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങൾ, ഇതിൻ്റെയൊക്കെ ജന്മദേശം ഭൂരിഭാഗം ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളുടെയും സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളുടെയൊക്കെ ജന്മദേശം യൂറോപ്പാണ്. അങ്ങനെയാണെങ്കിൽ സോഷ്യോളജിയുടെ ആവിർഭാവത്തെക്കുറിച്ച് പഠിക്കുന്നത് രസകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സോഷ്യോളജിയുടെ ഉദയമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ആ ഒരു സോഷ്യോളജിയുടെ ഉദയത്തിന് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരുപാട് പശ്ചാത്തലമുണ്ട്. ആ ഒരു ഇതാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അറിവ് എപ്പോഴും സമൂഹത്തിൽ ചിതറിക്കിടക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അതിനെ ശാസ്ത്രമെന്നോ അച്ചടക്കമെന്നോ വിളിക്കുന്നതിന് മുമ്പ് അതിന് ഒരു നിശ്ചിത രൂപവും രൂപരേഖയും എടുക്കേണ്ടതുണ്ട്. കൂടാതെ ഒരു ശാസ്ത്രം എന്ന് വിളിക്കപ്പെടാൻ സ്വയം യോഗ്യത നേടുന്നതിന് ചിതറിക്കിടക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനുമുള്ള രീതികൾ അതിന് ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ശാസ്ത്രം എന്നൊക്കെ വിളിക്കുന്നതിന് മുമ്പ് അതിൻ്റെ വിവരങ്ങളൊക്കെ എന്തായിരിക്കും? ആ സമൂഹത്തിൽ ഇങ്ങനെ ചിതറി കിടക്കുകയായിരിക്കും അല്ലേ. അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വിവരങ്ങളൊക്കെ ശേഖരിച്ച് സംഘടിപ്പിക്കുന്നതിനുള്ള രീതി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. രാഷ്ട്രീയവും സാമൂഹികവുമായ പല സംഭവ വികാസങ്ങളും യൂറോപ്യൻ സമൂഹത്തിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിറവിയിലേക്ക് നയിച്ചു. നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിറവിയിലേക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ പല സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യൂറോപ്യൻ സമൂഹത്തിൽ ചുവടെയുള്ള വിവിധ വിഭാഗങ്ങളിൽ നമ്മളുടെ വിഷയത്തിൻ്റെ ഉദയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതായത് നമ്മുടെ ഈ സോഷ്യോളജി സോഷ്യോളജിയുടെ പിറവിക്ക് കാരണമായ വിഷയങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നവോത്ഥാനം, ജ്ഞാനോദയം, ശാസ്ത്രീയ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം തുടങ്ങിയ സംഭവങ്ങളുടെ കാലഘട്ടത്തിൽ യൂറോപ്പിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം അവയിൽ ഉൾപ്പെടുന്നു. അതായത് നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് നവോത്ഥാനം, ജ്ഞാനോദയം, ശാസ്ത്രീയ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച, പോസിറ്റീവ് സ്വാധീനം തുടങ്ങിയ മറ്റ് ചില പ്രധാന ഘടകങ്ങൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ജനനത്തെയും വളർച്ചയെയും ശാസ്ത്രീയ മനോഭാവങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ സാങ്കേതിക വിദ്യ, പോസിറ്റീവ് ചിന്താഗതികൾ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്? നമ്മുടെ സോഷ്യോളജിയുടെ ജനനത്തിനും വളർച്ചയ്ക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്? കാരണമായിട്ടുണ്ട്. ഈ പ്രധാന സംഭവങ്ങളുടെ എല്ലാം അനന്തരഫലങ്ങൾ അതിൻ്റെ
അന്ത്യത്തിലെത്തിയ ശേഷവും നിലനിന്നിരുന്നു എന്നതാണ് നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ഈ സംഭവങ്ങളെല്ലാം സമൂഹത്തെയും അക്കാലത്തെ പ്രധാന പ്രത്യയശാസ്ത്രങ്ങളെയും അറിവ് സൃഷ്ടിക്കുകയും സമീപിക്കുകയും ചെയ്യുന്ന രീതിയെയും സ്വാധീനിച്ചു. ഉയർന്ന ധാർമ്മിക സ്വരമോ പിച്ചോ ഉള്ള മുൻകാല ദൈവശാസ്ത്രപരമോ മതപരമോ ആയ ആശയങ്ങളെക്കാൾ യുക്തിക്കും യുക്തിവാദത്തിനും മുൻഗണന ലഭിച്ചു എന്നാണ് ഇതിനർത്ഥം. കാരണവും ഫലവും യുക്തിയും ഇന്ദ്രിയങ്ങളും മറ്റ് ശാസ്ത്രീയ ഉപകരണങ്ങളും ഉപയോഗിച്ച് തെളിവ് തേടൽ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിലെ വസ്തുനിഷ്ഠത, ജനസംഖ്യയുടെ ശാസ്ത്രീയ വീക്ഷണത്തിലെ ഉയർച്ച എന്നിവ അർത്ഥമാക്കുന്നത് സാമൂഹിക ലോകവും ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമങ്ങളുടെ പ്രയോഗത്തിനും വിധേയമാണ്. ഇവയുടെയെല്ലാം പിന്നാമ്പുറം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ചുവടെയുള്ള വിഭാഗങ്ങളിൽ നമുക്ക് അത് നോക്കാം. അതായത് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി കേട്ടോ. ഇതിലൊന്നും എന്താണ് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ശാസ്ത്രീയ വിപ്ലവം. നിങ്ങൾ ഓരോന്നും അക്കമിട്ട് എന്ത് ചെയ്തോളുക, പഠിച്ചോളാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശാസ്ത്ര വിപ്ലവം മുഴുവൻ ശാസ്ത്രമായിരുന്നു. എന്നാൽ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതൊരു വിപ്ലവമായിരുന്നോ? അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് അവിടെ നിർത്തണം. ഉറപ്പാണ്, അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ പദത്തിൻ്റെ കർശനമായ അർത്ഥത്തിൽ ഇതൊരു വിപ്ലവമായിരുന്നില്ല. അറിവിനെക്കുറിച്ചുള്ള ആശയവും അത് നേടുന്നതിനുള്ള രീതിയും പുനർനിർമ്മിക്കുന്നതിൽ അത് വഹിച്ച പ്രധാന പങ്ക് കൊണ്ടാണ് എന്ന് വിളിക്കുന്നത്. ശാസ്ത്രീയ വിപ്ലവം ഒരു സംഭവം മാത്രമായിരുന്നില്ല. പല അന്ധവിശ്വാസങ്ങളെയും ശാസ്ത്രീയ വസ്തുതകളാൽ മാറ്റിമറിച്ച കണ്ടെത്തലുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും സംഭവങ്ങളുടെയും എപ്പിസോഡുകളുടെയും ഒരു പരമ്പരയായിരുന്നു. ചുരുക്കത്തിൽ ഈ സംഭവം ശാസ്ത്രബോധത്തിൻ്റെ വികാസത്തിന് സഹായിച്ചു. അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രീയമായി കണ്ടുപിടുത്തം ഒരു വിപ്ലവമായിരുന്നു അല്ലേ. വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക വെട്ട് കുത്ത് സമരം, ഇത് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. നമുക്കറിയാം അന്നത്തെ കാലം എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ കാലമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഈ ശാസ്ത്രീയ വസ്തുതകളാൽ മാറ്റിമറിച്ചു അല്ലേ. നമ്മുടെ കണ്ടെത്തലുകൾ, കണ്ടുപിടുത്തം, സംഭവങ്ങളുടെയൊക്കെ ഒരു പരമ്പര തന്നെയായിരുന്നു ഈ ശാസ്ത്രീയ വിപ്ലവം. അതായത് ശാസ്ത്രബോധത്തിൻ്റെ വികാസത്തിന് ചെയ്തിട്ടുണ്ട് ഈ കണ്ടുപിടുത്തങ്ങളും ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യനിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇതൊക്കെ തുടച്ചു നീക്കാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രീയ വിപ്ലവം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സംഭവ പരമ്പരകളുടെ കാലഘട്ടം എന്തായിരുന്നു? യൂറോപ്പിൽ 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ശാസ്ത്രീയ വിപ്ലവം നടന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. യൂറോപ്പിലാണ് ശാസ്ത്രീയ വിപ്ലവം നടന്നത്. ഏത് മുതൽ ഏത് വരെയാണ്? 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയാണ് AD 1400-നും AD 1700-നും ഇടയ്ക്കാണ് ശാസ്ത്രീയ വിപ്ലവം നടന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അത് തുടർന്നു. അപ്പം നമ്മുടെ 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ശാസ്ത്രീയ വിപ്ലവം നടന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എന്തും പറയുന്നു, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അത് തുടർന്നു എന്നും പറയുന്നു. അന്നത്തെ നിലവിലുണ്ടായിരുന്നതിനെ മാറ്റി സ്ഥാപിച്ച പരിവർത്തനാത്മകമായ ശാസ്ത്ര വികാസങ്ങൾ, അതായത് ആ ശാസ്ത്ര വികാസങ്ങളാണ് 18-ാം നൂറ്റാണ്ട് വരെ തുടർന്നത്. പ്രകൃതിയെയും സമൂഹത്തെയും കുറിച്ചുള്ള അടിസ്ഥാനപരമായ യുക്തിരഹിതമായ ചിന്തകൾ ശാസ്ത്ര വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ശാസ്ത്ര വിപ്ലവം എന്ന് പറഞ്ഞാൽ? പ്രകൃതിയെയും സമൂഹത്തെയും കുറിച്ചുള്ള അടിസ്ഥാനപരമായ യുക്തിരഹിതമായ ചിന്തകൾ ശാസ്ത്ര വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പ്രകൃതി, അതുപോലെ തന്നെ നമ്മുടെ സമൂഹം അല്ലേ, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായ
യുക്തിരഹിതമായ ചിന്തകളാണെന്ത്, അതായത് യുക്തിയോടെ നമ്മൾ ചിന്തിക്കുന്നതാണെന്ത്, യുക്തിരഹിതമായ ചിന്തകളാണെന്ത് ശാസ്ത്ര വിപ്ലവം അല്ലെങ്കിൽ ശാസ്ത്രീയ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പുതിയ സംഭവ വികാസങ്ങളിലൂടെ ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ പ്രകൃതി മാതാവിനെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാലികമായ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു. ശാസ്ത്രീയമായ അറിവ് എങ്ങനെ നേടാം എന്നതായിരുന്നു സൈദ്ധാന്തികരുടെ മനസ്സിലെ പ്രധാന ചോദ്യം. അപ്പം നമുക്കറിയാം നമ്മുടെ പ്രകൃതി സമൂഹം ഇതിനൊക്കെ കുറിച്ചുള്ള അടിസ്ഥാനപരമായുള്ള യുക്തിരഹിതമായ ചിന്തകളാണെന്ത് ശാസ്ത്രീയ വിപ്ലവം. അപ്പോൾ നമ്മുടെ അന്നത്തെ നമ്മുടെ ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ എന്ത് ചെയ്തു, പ്രകൃതി മാതാവിനെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാലികമായ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു. അപ്പോൾ നമുക്കറിയാം അന്നെന്തായിരുന്നു ഈ പ്രകൃതി മാതാവ് അല്ലേ? അതൊരു അതിനെക്കുറിച്ചുള്ള കാലികമായ പഴയ അന്ന് വരെ തുടർന്നു കൊണ്ടിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ അവരെന്ത് ചെയ്തു, മാറ്റിമറിച്ചു. ഈ മേഖലയിലൊക്കെയുള്ള ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രീയമായി അറിവ് എങ്ങനെ നേടാമെന്നതായിരുന്നു സൈദ്ധാന്തികരുടെ മനസ്സിലെ പ്രധാന ചോദ്യം. അപ്പോൾ നമ്മൾ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് അതൊക്കെ വിട്ടിട്ട് ശാസ്ത്രീയമായി എങ്ങനെ അറിവ് നേടാം എന്നതായിരുന്നു ആ ശാസ്ത്രജ്ഞരുടെയൊക്കെ മനസ്സിലെ പ്രധാന ചോദ്യം. ശാസ്ത്ര വിപ്ലവം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള ശാസ്ത്ര മുന്നേറ്റങ്ങൾ വിജ്ഞാനത്തിൻ്റെ മിക്കവാറും എല്ലാ മാനങ്ങളെയും സ്വാധീനിച്ചു. നിങ്ങൾക്ക് ടെലിസ്കോപ്പിനെ കുറിച്ച് അറിയാമല്ലേ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കാവുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇക്കാലത്ത് കണ്ടുപിടിച്ചു. അതായത് അന്ന് എന്ത് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്? ആ ഒരു കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള ശാസ്ത്ര മുന്നേറ്റങ്ങൾ വിജ്ഞാനത്തിൻ്റെ മിക്കവാറും എല്ലാ മാനങ്ങളെയും സ്വാധീനിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ മാനങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ശാസ്ത്ര മുന്നേറ്റങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനമായിരുന്നു ടെലിസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം. അങ്ങനെ നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി തുടങ്ങിയ ശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ആ ശാസ്ത്രീയ വിപ്ലവ കാലത്തെ ആദ്യത്തെ കണ്ടുപിടുത്തമായിരുന്നു നമ്മുടെ ടെലിസ്കോപ്പ്. ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് നിക്കോളാസ് കോപ്പർനിക്കസും ഗലീലി തുടങ്ങിയ ശാസ്ത്രജ്ഞരും എന്ത് ചെയ്തത്? നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ കാലത്ത് ദീർഘകാല വിശ്വാസങ്ങളെ അവരുടെ തലയിൽ പ്രതിഷ്ഠിച്ച ചില സുപ്രധാന ശാസ്ത്ര വസ്തുതകൾ ഇവയാണ്. അതായത് ആ ഒരു ശാസ്ത്രീയ വിപ്ലവ കാലത്ത് ദീർഘകാലം അവർ വിശ്വസിച്ച് പോന്നിരുന്ന അല്ലെങ്കിൽ അവരുടെ തലയിൽ പ്രതിഷ്ഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി ശാസ്ത്രീയമായിട്ടുള്ള അവരുടെ തലയിൽ പ്രതിഷ്ഠിച്ച ശാസ്ത്രീയ വസ്തുതകൾ ഇവയാണെന്ന് പറഞ്ഞാണ് പറയുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്നു, മറിച്ചല്ല. സൂര്യൻ ഭൂമിയെ വലം വെക്കുകയും അങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഇപ്പോഴും ചില ആചാരങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് അന്ന് വിചാരിച്ചിരുന്ന എന്താണെന്നറിയോ? ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, സൂര്യനാണ് ചെയ്യുന്നത്? ഭൂമിയെ ചുറ്റുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ അവർ കണ്ടുപിടിച്ചു ഭൂമിയാണ് ആരെ ചുറ്റുന്നത്? സൂര്യനെ ചുറ്റുന്നത്, മറിച്ചല്ല എന്ന്. സൂര്യൻ ഭൂമിയെ വലം വെക്കുകയും അങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ ആചാരങ്ങളും ഇതൊക്കെ പറഞ്ഞിരുന്നത്. സൂര്യന് ഭൂമിയെ വലം വെക്കുന്നു, എന്നിട്ട് സൂര്യൻ എന്ത് ചെയ്യുന്നു? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഉയരുന്നു, പടിഞ്ഞാറോട്ട് പോകുന്നു. അതായിരുന്നു ജിയോസെൻട്രിക് തിയറി കേട്ടോ. അതായത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ്
അതായിരുന്നു ജിയോ സെൻട്രിക് തിയറി. അപ്പോൾ ഈ ഒരു ടെലിസ്കോപ്പൊക്കെ കണ്ടുപിടിച്ചതിലൂടെയാണ് ആ ഒരു തിയറി ഇല്ലാതാക്കിയത്. അന്ന് വരെ അവർ വിശ്വസിച്ച് പോന്നിരുന്നത് അതാണ്. രണ്ടാമത്തെ കാര്യം ഭൂമി വൃത്താകൃതിയിലാണ്. ഭൂമിയുടെ ആദർശത്തിന് പറയുന്നതാണ്. അപ്പം അന്ന് വിചാരിച്ചിരുന്ന ഭൂമി പരന്നിട്ടാണെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഭൂമി വൃത്താകൃതിയിലാണ് എന്ന ശാസ്ത്രീയ വസ്തുത കണ്ടെത്തി. മിന്നൽ വൈദ്യുത ചാർജ് ഉള്ളതായി ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നു. കോപാകുലനായ ദൈവത്തിൽ നിന്നുള്ള സന്ദേശമല്ല. അപ്പം അന്ന് മിന്നലടിക്കുമ്പോൾ വിചാരിച്ചിരുന്നത് ദൈവത്തിൽ നിന്ന് ദൈവം കോപിച്ചു എന്നതിനുള്ള സന്ദേശമാണെന്ന്. പക്ഷെ അതല്ല, മിന്നൽ വൈദ്യുത ചാർജ് ഉള്ളതാണ് ആണ് ശാസ്ത്രീയം. അതിൻ്റെ ശാസ്ത്രീയ വശം അതാണ്. അപ്പോൾ അതാണ് ഈ ശാസ്ത്രീയ വിപ്ലവം എന്ന് പറയുന്നത്. അന്ന് വരെ നിലനിന്നിരുന്ന മനുഷ്യർ വിശ്വസിച്ചു പോന്നിരുന്ന, അനുഷ്ഠിച്ചു പോരുന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇവയെല്ലാം തള്ളിക്കൊണ്ടാണ് ഈ ഒരുപാട് ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ടെലിസ്കോപ്പ്. ആ ടെലിസ്കോപ്പ് ഉപയോഗിച്ചോട്ടാണ് നമ്മുടെ കോപ്പർനിക്കസും ഗലീലിയോ ഗലീലിയൊക്കെ കണ്ടുപിടിച്ചത്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ജിയോ സെൻട്രിക് തിയറിയെ അവർ തള്ളി. പകരം ഹീലിയോ സെൻട്രിക് തിയറി, അതായത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന ആ ഒരു തിയറി, ഹീലിയോ സെൻട്രിക് തിയറി ഉപയോഗിച്ചു. അതുപോലെ തന്നെ അന്ന് വരെ വിശ്വസിച്ചിരുന്ന ഭൂമി സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് എന്ന്. അതല്ല, മറിച്ച് ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന് അന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ നമുക്ക് തോന്നുന്ന നമ്മുടെ ഭൂമി പരന്നിട്ടാണെന്നാണ്. പക്ഷെ ഭൂമി പരന്നിട്ടല്ല, ഭൂമി വൃത്താകൃതിയിലാണ് എന്നും കണ്ടെത്തി. അതുപോലെ തന്നെ മിന്നൽ വരുമ്പോൾ അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന ദൈവം കോപാകുലനായി എന്നുള്ള സന്ദേശമാണെന്നും അതല്ല, അത് വൈദ്യുത ചാർജ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്ര പഠനങ്ങൾ ഗ്രോസെൻട്രിക് തിയോണുകളിൽ നിന്ന് ഹീലിയോസെൻട്രിക് എന്നതിലേക്കുള്ള ഈ ശ്രദ്ധാകേന്ദ്രം പ്രകൃതിശാസ്ത്രത്തിന് അനന്തരഫലങ്ങൾ ഉണ്ടാക്കി. അതായത് ജിയോസെൻട്രിക് തിയറി ഈ ഒരു പഠനങ്ങളിലൂടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിയോസെൻട്രിക് തിയറിയിൽ നിന്ന് ഹീലിയോസെൻട്രിക് തിയറിയിലേക്ക് ഒരു മാറ്റം വന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ശ്രദ്ധാകേന്ദ്രം പ്രകൃതിശാസ്ത്രത്തിന് അനന്തരഫലങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ജിയോസെൻട്രിക് സിദ്ധാന്തം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ സിദ്ധാന്തത്തിൽ ഭൂമിയെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി ചിത്രീകരിച്ചിരുന്നു. പുതിയ ഹീലിയോസെൻട്രിക് സിദ്ധാന്തം, അതായത് സൂര്യനെ കേന്ദ്രമാക്കി ഭൂകേന്ദ്ര സിദ്ധാന്തത്തിന് പകരം അത് സങ്കല്പിക്കുക, അത് എല്ലാം മാറ്റി. അതായത് നമ്മുടെ ജിയോസെൻട്രിക് അല്ലെങ്കിൽ ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന് പകരം ഹീലിയോസെൻട്രിക് തിയറി നമ്മുടെ സൂര്യനാണ് കേന്ദ്രമെന്ന് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തം അപ്രതീക്ഷിതമായ രീതിയിൽ സാമൂഹിക ലോകത്തെ സ്വാധീനിച്ചു. എന്നാൽ മാറ്റം അത്ര എളുപ്പമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ പുതിയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നവർ നിലവിലുള്ള നിയമത്തിനും സമൂഹത്തിനും എതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് കരുതി പ്പെടേണ്ടതായിരുന്നു. മാറ്റത്തിനെതിരായ പ്രതിരോധം. അതായത് അത്രയും കാലം വിശ്വസിച്ചിരുന്ന ജനങ്ങളോട് പറയാണ് ഭൂമിയല്ല കേന്ദ്രം, സൂര്യനാണ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് അവർ അംഗീകരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഇതിനെതിരെ പറയുന്നവരെന്താണ്, അവർ കടുത്ത രീതിയിൽ ചെയ്തിരുന്നു, ശിക്ഷിച്ചിരുന്നു. അതാണെന്ത് ഇങ്ങനൊരു മാറ്റത്തിനെതിരായിട്ടുള്ള പ്രതിരോധം എന്നാണ് പറയുന്നത്. പുതിയ അഭിപ്രായത്തെ അനുകൂലിച്ചവരും എതിർക്കുന്നവരും എതിർ ഗ്രൂപ്പുകളുണ്ടാക്കി പരസ്പരം പോരടിച്ചു. അതിൻ്റെ അർത്ഥമെന്താണ്? ഇത് സാമൂഹിക വിഭജനം സൃഷ്ടിച്ചു. അപ്പം ഈ ഒരു കണ്ടുപിടുത്തം അതിനെ അനുകൂലിക്കുന്നവരൊരു ഗ്രൂപ്പ്,
പ്രതികൂലിക്കുന്നവരൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം പോരടിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ സമൂഹത്തെ വിഭജിച്ചു. ചിലപ്പോൾ ഈ വിഭജനങ്ങൾ നിലവിലുള്ള ഭരണാധികാരികളുടെ പക്ഷം ചേർന്നു, ചിലപ്പോൾ അവർ അവരെ എതിർത്തു. ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചു? അതെ, സാവധാനത്തിലും സ്ഥിരതയിലുമെങ്കിലും യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യന് ചുറ്റുമുള്ള പ്രകൃതി ലോകത്തെ നന്നായി മനസ്സിലാക്കാൻ സഹായിച്ചു. മുൻ സിദ്ധാന്തങ്ങളിൽ ക്രമാനുഗതമായ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും കൂടുതൽ ശാസ്ത്രീയമായ വികാസങ്ങളിലേക്ക് നയിച്ചു. ഇത് ശാസ്ത്രത്തിന് പ്രകൃതിയുടെ മേൽ അധികാരം നേടാനുള്ള ദിശാബോധം നൽകുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്തു. അപ്പം എത്രയൊക്കെ പറഞ്ഞാലും എന്താണ്, പിന്നീട് ശാസ്ത്രം എന്ത് ചെയ്യുള്ളൂ ചെയ്യിക്കുള്ളൂ അല്ലേ. അതായത് പിന്നീട് എന്താണ്, ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ ഭരണാധികാരികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് പറഞ്ഞവരോടൊപ്പം കൂടി അങ്ങനെ കാലക്രമേണ എന്ത് ചെയ്തു, ഇതിലേക്ക് ആ ഒരു ശാസ്ത്രീയ മനോഭാവത്തിലേക്ക് ആളുകൾ വന്നു. അതെന്ത് ചെയ്തു, ഈ ഒരു പ്രകൃതിയുടെ മേൽ ഈ ശാസ്ത്രത്തിന് കൂടുതൽ ദിശാബോധം പുരോഗതി കൈവരിക്കുകയും ചെയ്തു. പ്രകൃതിയുടെ മേൽ അധികാരം നേടാനുള്ള ദിശാബോധം നൽകുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്തു. ഐസക് ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം പോലും ശാസ്ത്ര വിപ്ലവം എന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നു. കോപ്പർനിക്കസ് മുതൽ ന്യൂട്ടൺ വരെയുള്ള ശാസ്ത്രജ്ഞരുടെ ശ്രേണി ശാസ്ത്ര വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്ന വികസനത്തിൻ്റെ പ്രധാന സംഭാവനകൾ രൂപീകരിച്ചു. ഈ പ്രക്രിയയുടെ പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം. അതായത് ഈ ഒരു ശാസ്ത്രീയ വിപ്ലവം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു. അപ്പോൾ നമ്മുടെ സോഷ്യോളജി, സമൂഹശാസ്ത്രം ഉരുത്തിരിഞ്ഞ് വരാൻ ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശാസ്ത്രീയ വിപ്ലവവും എന്തായിരുന്നു, നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിനുള്ള ഒരു പ്രധാന പശ്ചാത്തലമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ശാസ്ത്രീയ വിപ്ലവം, ജിയോസെൻട്രിക് തിയറി എന്താണ്, ഹീലിയോസെൻട്രിക് തിയറി എന്താണ്, ഇങ്ങനെ ശാസ്ത്രജ്ഞർ എന്താണ് അതുവരെ നിലനിന്ന് പോന്നിരുന്ന ആചാരങ്ങൾ അതിനൊക്കെ എതിരായിട്ട് ശാസ്ത്രത്തെ പ്രതിഷ്ഠിച്ചപ്പോൾ നമ്മുടെ സമൂഹം 2ആയി തന്നെ വിഭജിച്ചു. അങ്ങനെ കാലക്രമേണയാണ് എന്ത് ചെയ്തത്, ഇതിലേക്ക് ആളുകൾ വന്നതിൽ അങ്ങനെ സാവധാനം എന്ത് ചെയ്തു, നമ്മുടെ പ്രകൃതിയുടെ മേൽ അധികാരം നേടാൻ ശാസ്ത്രത്തിന് സാധിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച. അടുത്ത പോയിൻ്റാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തം വികസിച്ചപ്പോൾ ശാസ്ത്രത്തിന് മുമ്പത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അക്കാദമിക് സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും മാത്രമല്ല, വലിയ സമൂഹത്തിലും ഇത് സത്യമായിരുന്നു. അതായത് നമ്മുടെ ശാസ്ത്രത്തിന് കൂടുതൽ പരിഗണന കൊടുത്തു എന്നാണ് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക നേട്ടങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഫിൽട്ടർ ചെയ്യപ്പെട്ടു. അതിൻ്റെ ഫലമായി ശാസ്ത്രത്തിന് വലിയ പദവിയും നിലയും ലഭിച്ചു. ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ അതിവിപുലമായ ശാസ്ത്രശാഖകൾക്ക് സമൂഹത്തിൽ പ്രത്യേക പദവികൾ നൽകി. അഗസ്റ്റേ കോംറ്റെ പോലുള്ള ആദ്യകാല സാമൂഹ്യശാസ്ത്രജ്ഞർ സാമൂഹ്യശാസ്ത്രങ്ങൾ എന്ത് ചെയ്തു, സാമൂഹ്യശാസ്ത്രത്തെ മാതൃകയാക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സമൂഹത്തിൻ്റെ ശാസ്ത്രം ഒരു ശാസ്ത്രീയ മാതൃകയെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു സംഭാഷണം, പകരം ഒരു സംവാദം ഉണ്ടായിരുന്നു. ശാസ്ത്രീയ മാതൃക നിരുപാധികം അംഗീകരിച്ചവരും വിമർശനരഹിതമായ ഒരു ശാസ്ത്രീയ മാതൃക സ്വീകരിക്കുന്ന നികുതിദായകവും വിവേകശൂന്യവുമാണെന്ന് കരുതുന്നവരും തമ്മിൽ അക്കാലത്ത് അത്തരമൊരു ചർച്ച നടന്നതായി നിങ്ങൾക്കറിയാമോ? എന്നിരുന്നാലും സാമൂഹ്യശാസ്ത്രവും ശാസ്ത്രവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സംബന്ധിച്ച ഈ വിഷയം ഇന്നും എല്ലാവരുടെയും സംതൃപ്തിക്കായി പരിഹരിക്കപ്പെടാതെ തുടരുന്നു. അതായത് നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നപ്പോൾ എന്ത് ചെയ്തു, ശാസ്ത്രത്തിന് നമ്മുടെ സമൂഹത്തിൽ എന്ത് കിട്ടാൻ തുടങ്ങി, ഉന്നതമായിട്ടുള്ള സ്ഥാനം കിട്ടാൻ തുടങ്ങി. സാങ്കേതിക നേട്ടങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിയില്ലേ. അങ്ങനെ എന്ത് ചെയ്തു,
ഈ ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ അതിവിപുലമായ ശാസ്ത്രശാഖകൾക്കൊക്കെ സമൂഹത്തിൽ പ്രത്യേക പദവി നൽകി. അപ്പം നമ്മുടെ അഗസ്റ്റേ കൊംറ്റെ പോലുള്ള ആദ്യകാല ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞരെന്താണ് ഈ ഒരു സമൂഹശാസ്ത്രത്തെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, വിശദീകരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിന് തന്നെ എന്തുണ്ടായിരുന്നു, 2 അഭിപ്രായക്കാരുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ എന്ത് ചെയ്യണ്ട, സാമൂഹ്യശാസ്ത്രത്തെ എന്ത് ചെയ്യണ്ട, സമൂഹശാസ്ത്രത്തെ ശാസ്ത്രവുമായിട്ട് എന്താണ് ഇത് ആക്കണ്ട എന്നുള്ള അതിനെ അംഗീകരിക്കുന്നവരും മറിച്ച് സ്വീകരിക്കുന്നവരൊക്കെ അന്നും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ശാസ്ത്രീയ ആത്മാവിൻ്റെ വികസനം. ശാസ്ത്രബോധത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ശാസ്ത്രീയ മനോഭാവത്തെക്കുറിച്ച് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകുമല്ലേ. അത് ഇന്നത്തെ സമൂഹത്തിൽ പോലും പ്രശസ്തമായ ആശയമാണ്. കാരണം നിത്യജീവിതത്തിൽ നാം നേരിടുന്ന അന്ധവിശ്വാസങ്ങളെ മറികടക്കാൻ ശാസ്ത്രീയ ബോധം നമ്മെ സഹായിക്കുന്നു. പരമ്പരാഗത വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ പല തെറ്റിദ്ധാരണകളും നാം വിമർശനാത്മകമായി അംഗീകരിക്കുന്നു. എന്നാൽ ശാസ്ത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബത്തിലെ അസുഖം പോലുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നാം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഭൗതിക വികാസത്തിലും ദാർശനിക പരിവർത്തനത്തിലും ശ്രദ്ധേയമായ പ്രബുദ്ധ കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു സവിശേഷതയായിരുന്നു ഈ ശാസ്ത്ര സ്വഭാവം. സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള ദീർഘകാല വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ കാലഘട്ടത്തിൽ പുറത്താക്കപ്പെട്ടു. ബദലുകളായി തത്വചിന്തയും ശാസ്ത്രവും വികസിപ്പിച്ചെടുത്തു. അതായത് പിന്നെന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാവരിലും ഈ ഒരു ശാസ്ത്രീയ ബോധം എന്താണ്, ശാസ്ത്രീയ മനോഭാവം എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ സമൂഹത്തിൽ വരാൻ തുടങ്ങി. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ന് ഈ ജീവിക്കുന്ന സമൂഹത്തിൽ പോലും എന്തില്ല, ശാസ്ത്രീയ മനോഭാവമില്ലാത്ത ഒരുപാട് പേരെന്ത് ചെയ്യാൻ തുടങ്ങും, നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ശാസ്ത്രീയ മനോഭാവത്തിന് നമ്മുടെ സൊസൈറ്റിയെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. എന്താണ് അങ്ങനെ ഈ ഒരു ശാസ്ത്രീയ മനോഭാവം എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയില്ലേ. ബുദ്ധി വികാസത്തിലും ദാർശനിക പരിവർത്തനത്തിലൊക്കെ എന്താണ് ശ്രദ്ധേയമായ പ്രബുദ്ധ കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു സവിശേഷതയായിരുന്നു ശാസ്ത്ര സ്വഭാവം എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് വരെ എന്താണ് നമ്മുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള ഈ ദീർഘകാല വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കാലഘട്ടത്തിൽ പുറത്താക്കപ്പെട്ടു. ബദലുകളായി എന്ത് ചെയ്യുക, അതിന് പകരം തത്വചിന്ത, യുക്തി, ശാസ്ത്രം ഇതൊക്കെ എന്ത് ചെയ്തു, വികസിപ്പിച്ചെടുത്തു. യുക്തിയും അനുഭവവാദവും മനുഷ്യരെ സഹായിക്കാനുള്ള ശക്തിയാണെന്ന് സാധാരണക്കാർ പോലും ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എന്തിനു വേണ്ടി? അവരുടെ ലോകത്തെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും. ഭൗതിക ലോകത്തെ പ്രകൃതി നിയമങ്ങളാൽ വിശദീകരിക്കാമെന്നതിനാൽ സാമൂഹിക ലോകത്തിനും കഴിയും. അതായത് നമ്മുടെ എന്താണ് ഈ ഒരു ഭൗതിക ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശാസ്ത്രത്തെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, വിശദീകരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. യുക്തിയും ഗവേഷണവും ഉപയോഗിച്ച് സാമൂഹിക സംഭവങ്ങളെ വിശദീകരിക്കാൻ കഴിയുന്ന നിയമങ്ങൾ കണ്ടെത്തുന്ന ഇപ്പോൾ തത്വചിന്തകരുടെ പക്കൽ അവശേഷിക്കുന്നു. അതായത് ഈ ശാസ്ത്രീയ വിപ്ലവമാണ് ഒന്ന് സോഷ്യോളജി ഉദയത്തിന് കാരണമായിട്ടുള്ള കാരണം. അപ്പോൾ അതിൽ ഇതിൻ്റെ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അന്നുണ്ടായിരുന്ന എന്താണ് ജിയോസെൻട്രിക് തിയറി, ഹീലിയോസെൻട്രിക് തിയറി, പിന്നെ എന്നാണ് ഈ ശാസ്ത്ര വിപ്ലവം, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ, അവസാനം എന്ത് ചെയ്തു, നമ്മുടെ ശാസ്ത്രം സമൂഹത്തിൻ്റെ മേലെ എങ്ങനെ എന്ത് ചെയ്തു, ഒരു അധികാരത്തിലെത്തിയില്ലേ. അവസാന സമൂഹത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ആരായി മാറി, ശാസ്ത്രമായി മാറി. അപ്പം അന്നത്തെ എന്തായിരുന്ന പഴയ ആളായ അഗസ്റ്റേ കൊംറ്റെ അല്ലേ, അദ്ദേഹം വരെ എന്ത് പറഞ്ഞു, നമ്മുടെ ഈ ഒരു സമൂഹശാസ്ത്രത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാക്കാം. അതുപോലെ തന്നെ ശാസ്ത്രബോധം, അന്നത്തെ മനുഷ്യർക്കിടയിൽ ശാസ്ത്രബോധം വന്ന് അവരെന്ത് ചെയ്തു, അതുവരെ അവർ വിശ്വസിച്ചിരുന്ന ആചാരങ്ങളൊക്കെ പുറത്താക്കപ്പെട്ടു. അങ്ങനെ ശാസ്ത്രം എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ
പോയിന്റ് കഴിഞ്ഞു, ശാസ്ത്രീയ വിപ്ലവം. ഇനി രണ്ടാമത്തെ പോയിന്റാണ് ഇരട്ട വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവവും വ്യാവസായിക വിപ്ലവവും. അപ്പം ഇരട്ട വിപ്ലവത്തിൽ രണ്ട് വിപ്ലവമാണ് വരുന്നത്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം.